ചർച്ചയിലേക്ക് ശ്രീ കെ സുരേന്ദ്രൻ. ഒരു ചെറിയ പ്രകോപനത്തിന് കലാപം ഉറപ്പാക്കാൻ കഴിയുന്ന തെക്കൻ കർണാടകത്തിൽ ഞങ്ങൾ 2% ഉള്ളപ്പോഴും കേരളത്തിൽ കൊന്നിട്ടുണ്ട് എന്നും അങ്ങനെ അടിച്ചു നിന്നിട്ടുണ്ട് എന്നും പ്രസംഗിക്കുകയും അവരെ ആ നിലയ്ക്ക് ഉത്തേജിപ്പിക്കുകയും ചെയ്തതും പിണറായി വിജയനെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല, ഇവിടെ മാത്രമല്ല കേരളത്തിന് വെളിയിൽ എവിടെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതും പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനും കയ്യടി നേടാനും മാത്രമാണോ, അതോ അതിനപ്പുറത്ത് ഉറച്ചമായ ബോധ്യവും തീരുമാനവുമാണോ പറഞ്ഞത്? ഹർഷൻ, ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് കേൾക്കാതെയാണ് താങ്കൾ ഏകപക്ഷീയമായി മറ്റെന്തോ ഉദ്ദേശത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. കേരളത്തിൽ BJPക്ക് വെറും 2% വോട്ട് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അടിയും തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്, കൊലയും മറുകൊലയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഇന്ന് 16% വോട്ട് കിട്ടിയ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയാണ്, ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അടിക്കടി, കൊലയ്ക്ക് കൊല, ചോരയ്ക്ക് ചോര, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് മാത്രമാണ് പ്രതിഷേധിക്കുന്നത്. അതാണ് ഞങ്ങൾ മംഗലാപുരത്തും ഇന്ത്യയിൽ എല്ലായിടത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ അക്രമത്തിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് സംഘടിപ്പിക്കുന്നത് എന്ന് തികച്ചും സതുദ്ദേശപരമായ ഒരു പ്രസംഗമാണ് ഞാൻ നടത്തിയത്. എന്നാൽ നിങ്ങൾ അതിനെ വളച്ചൊടിച്ച് ഞാൻ അവിടെ കലാപത്തിന്, ഞാൻ പിണറായി വിജയനെ തടയുമെന്ന് ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. ജനാധിപത്യപരമായ കേൾക്കണം. അതെ, നിങ്ങൾ എൻ്റെ പ്രസംഗം പൂർണ്ണമായും കേൾപ്പിക്കാതെ എൻ്റെ ഒരു വാചകം മാത്രം ഞാൻ കൃത്യമായിട്ട് സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ വിവാദമായ വാക്കുകൾ നമുക്ക് കേൾപ്പിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് വെറും 2% മാത്രം ജനപിന്തുണയുണ്ടായിരുന്ന കാലത്ത്, 5 ലക്ഷം വോട്ട് മാത്രം കേരളത്തിൽ കിട്ടിയിരുന്ന കാലത്ത് അടിക്ക് തിരിച്ചടിയും കൊലയ്ക്ക് മറുകൊലയും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇന്ന് ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയാണ്, ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. പല്ലിന് പല്ലും കണ്ണിന് കണ്ണും അടിക്കടിയും കൊലയ്ക്ക് കൊലയും ഇല്ല എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ അത് കാണിക്കാത്തത്? വളരെ കൃത്യമായി താങ്കൾ ഇത്ര കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞ വരികളിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. കൊലപാതകം അത് നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അതൊരു വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ്, അത് അംഗീകരിക്കുക കൂടിയാണ്. അതൊരു BJPയുടെ സംസ്ഥാന നേതാവ് ആ നിലയ്ക്ക് അംഗീകരിക്കുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അത് പോകട്ടെ, അത് പറയുന്നത് എവിടെയാണ് എന്നതാണ് നമ്മുടെ പ്രശ്നം. ഈ പറഞ്ഞ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ കണ്ടു. ഉള്ളാലിലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് തീവച്ച് നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെയുള്ള മുഴുവൻ ഫ്ലെക്സുകളും ബോർഡുകളും നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ എന്ന നിലയ്ക്ക് കേരളം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആണ് തടയും എന്ന് നിങ്ങളവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധ യോഗത്തിൽ ആ നിലയ്ക്ക് കർണാടകത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യോഗത്തിൽ ഈ നിലയ്ക്കുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നത് അത്ര ജനാധിപത്യ ബോധത്തോടെയാണ് എന്ന് പറയാൻ കഴിയുമോ? അല്ല, കർണാടകത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് ഒരു സ്ഥലത്തും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഹർഷൻ. നിങ്ങൾ വെറുതെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട. ഞങ്ങളവിടെ സ്വയം പ്രഖ്യാപിത ജനങ്ങൾ സ്വമേധയാ സഹകരിച്ചുകൊണ്ട് ഒരു ഹർത്താലിനാണ് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ ആഹ്വാനം ചെയ്തത് കേരളത്തിലെ BJP ഘടകമല്ല. അവർ തന്നെ ഇന്ന് എല്ലാ ചാനലുകൾക്കും പത്രങ്ങൾക്കും ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആരെയും തടയുന്നില്ല. സ്വമേധയാ ജനങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി നിങ്ങളിതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ അവിടെ ഒരു ഓഫീസിൻ്റെ ഇന്നലെ ആരോ തകർത്തു, അതൊന്നും ഇന്നത്തെ പ്രകടനത്തിലല്ല. സമാധാന കമ്മിറ്റി യോഗം മുഖ്യമന്ത്രി വിളിച്ചതിന് ശേഷം ഹർഷൻ നിങ്ങൾ ഒരു ചർച്ചയും നടത്തിയില്ലല്ലോ. 2 BJP പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത സമാധാന കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിൽ നിർമ്മലനും യുവമോർച്ച നേതാവ് നിർമ്മലനും കൊല്ലത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് നാരായണനും കൊല ചെയ്യപ്പെട്ടു. 40 ആക്രമണങ്ങളുണ്ടായി. 13 BJP ഓഫീസുകൾ തകർത്തു. ഇതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സമാധാനത്തെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത് ഇവിടെ? സമാധാന യോഗം എല്ലാവരെയും വിളിച്ചു ചേർത്ത് നടത്തിയതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ, അല്ല സമാധാനത്തിന് മുമ്പല്ല. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാരിനെതിരായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. അതിലെന്താണ് ഇത്ര വലിയ അപാകതയുള്ളത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, വളരെ സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അവിടെ അത് അക്രമത്തിനുള്ള ഒരു ആഹ്വാനമല്ല.
ആ നിലയ്ക്ക് നിങ്ങൾക്ക് കണ്ടുകൂടെ? കാരണം വന്നിട്ട് മറുപടി പറയാമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തിരിച്ചു പോയിരിക്കുന്നത്. അവിടെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ, ശക്തി പ്രകടനങ്ങളൊക്കെ CPM-ഉം DYFI-യും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അവിടെ അണിനിരന്നിരിക്കുന്ന 3000 പോലീസുകാരുടെയും ആവശ്യമില്ല. സമാധാനത്തോടെ അവസാനിക്കുന്ന ഒരു പരിപാടി എന്ന മട്ടിൽ തന്നെയാണ് അതിനെ ഇവർ കണ്ടിരിക്കുന്നത്, സംഘപരിവാർ സംഘടനകൾ കണ്ടിരിക്കുന്നത്. എന്തിനാണ് അതിന് വെറുതെ ഇത്രയും വലിയ തയ്യാറെടുപ്പുകൾ? ഇത് വിഷയമാക്കിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ CPIM-ൻ്റെയോ നേതാക്കന്മാരോ അല്ല. ഇപ്പോൾ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്നും ഒരടി പിറകോട്ട് പോയി. അത് കേട്ടിരുന്നു. അതിൽ നിന്ന് ഒരടി പിറകോട്ട് പോയി. അപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോയത് അദ്ദേഹം തന്നെ പൊതു ട്രെൻഡ് എന്തെന്ന് മനസ്സിലാക്കി ചെയ്തതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇത് സുരേന്ദ്രൻ്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണോ? സുരേന്ദ്രൻ എന്ന BJP-യുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. നേരത്തെ BJP-യുടെ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് ഇത് പറഞ്ഞാണ്, കർണാടകയിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാലുകുത്താൻ അനുവദിക്കില്ല. അന്ന് ചാനലുകളിലൊക്കെ ഇത് വന്നതാണ്, അധികമായിട്ടില്ല. ആ നേതാവിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് കേരളത്തിലെ സർക്കാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൂലിൽ കെട്ടി ഇറക്കിയതല്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി, അതിലൂടെ തെരഞ്ഞെടുത്ത സർക്കാരാണ്. അപ്പം ജനാധിപത്യത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. ഇനി ഇവരിത് പറയുന്നത് പോലെ ഇവരുടെ വികാരപരമായ നിലപാട് പോലെ ഒരു നിലപാടെടുക്കാൻ ഞങ്ങളെ കിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ ഇവരുടെ നേതാക്കന്മാരും പങ്കെടുത്തു, ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുത്തെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് ശരിയല്ല. ഇനി BJP-യുടെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ദേശീയ നേതാക്കന്മാർ ഒക്കെ കേരളത്തിൽ വന്നോട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. BJP-യുടെ ആശയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ജനാധിപത്യപരമായി എല്ലാവിധ അവകാശം അവർക്കുണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷേ അവിടെയാണ് കൃത്യമായി ശ്രീ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് 40 ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു, എത്ര പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ജില്ലകൾ തോറും ഹർത്താൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതൊക്കെയാണ് ആവർത്തിച്ചവർ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഇവിടത്തെ കരുത്ത് നിങ്ങൾ അവർക്കുമേൽ കാട്ടുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രതിഷേധമായി മാത്രം അതിനെ കണ്ടാൽ മതി എന്നതാണ്. അതിനപ്പുറത്ത് വലിയൊരു സംഘർഷത്തിന്റെ സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്ന തോന്നൽ ശ്രീ കെ സുരേന്ദ്രന് പോലുമില്ല. അതാണ് ഞാൻ ഹർഷ പറഞ്ഞു വരുന്നത്. ഹർഷ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. ശ്രീ സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? 2% വോട്ടുള്ളപ്പോഴും ഞങ്ങൾ കൊലപാതകം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ അഭിപ്രായം എന്താ? 2%, 99% വോട്ട് ഞങ്ങൾക്കുണ്ടെങ്കിലും 1% കൊലപ്പെടുത്തുകയല്ല. അവരുൾപ്പെടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നിലപാടുകൾ പറയാനുള്ള സ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. മനുഷ്യൻ്റെ ജീവൻ അമൂല്യമാണ്, അത് നഷ്ടപ്പെടാൻ വേണ്ടിയില്ല. രാഷ്ട്രീയ കൊലപാതകമായിക്കോട്ടെ, വ്യക്തിപരമായ കാര്യമായിക്കോട്ടെ, ഇതാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ സുരേന്ദ്രൻ പറയുന്നത് പോലെ ശതമാനം നോക്കി ആളെ കൊല്ലുമെന്നൊന്നും ആഹ്വാനം ചെയ്യാൻ ഞാനില്ല. അതോടൊപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് BJP ഭരിക്കുന്നിടത്തും BJP ഭരിക്കാത്തിടത്തും അവകാശമുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുന്ന ത്രിപുരയിൽ അവകാശമുണ്ട്, കേരളത്തിൽ അവകാശമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാം, BJP-യുടെ ദേശീയ അധ്യക്ഷൻ ഇവിടെ വരാം, അവരുടെ ആശയം പ്രചരിപ്പിക്കാം. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഞങ്ങളുടെ ആശയം ശരിയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആകെ 1-2 സംസ്ഥാനത്തുള്ളൂ എന്ന് പറയുന്ന ഇവർ ഭോപ്പാലിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വ്യക്തിയല്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ്, ഞങ്ങളുടെ ആശയത്തിൻ്റെ മുഖമാണ്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെന്തിന് ഭയക്കുന്നു? മംഗലാപുരത്ത് അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന 2 പരിപാടി, ഒന്ന് മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയാണ്, അത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞ സെക്യുലറിസവുമായി ബന്ധപ്പെട്ടാണ്. അതിന് ഇവരെന്തിന് ഭയക്കുന്നു? മറ്റൊരു പരിപാടി ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇവരിപ്പോഴും എന്തിനീ അക്ഷരവിരോധികളായി മാറുന്നു? അക്ഷരത്തെ എന്തിനു ഭയക്കുന്നു? അപ്പോൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല ഇവർ എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഡൽഹിയിൽ ഇപ്പോൾ കോളേജിലെ കുട്ടികൾ വരെ ഇന്നലെ നടന്ന ഭീകരമായ മർദ്ദനം, അവരുടെ സെമിനാർ പൊളിച്ചത് വരെ ഇവരുടെ മുഖമാണ്. തിരിച്ച് ഞങ്ങൾ പറയുന്നു ശ്രീ മുഹമ്മദ് റിയാസ് അതിനുള്ള മറുപടി കേരളത്തിൽ ഹർഷ ഇതുകൂടി ഒന്ന് പറയാൻ അവസരം തരാം. ഹർഷ ഒറ്റ കാര്യം. ഹർഷ, BJP-യുടെ ദേശീയ കൗൺസിൽ കോഴിക്കോട് നടന്നല്ലോ. ശ്രീ സുരേന്ദ്രനെയും എൻ്റെയൊക്കെ ജില്ലയാണല്ലോ.
നരേന്ദ്രമോദി, അമിത്ഷാ മുതൽ താഴെത്തട്ടുള്ളവർ വരെ വന്നു. ഒരു കാര്യത്തിന് ഞങ്ങൾ BJP ദേശീയ നേതൃത്വത്തോട് നന്ദി പറയുന്നു. കേരളം സോമാലിയല്ല എന്ന് ഇന്ത്യയിലെ BJPയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് അതോടെ തിരിച്ചറിഞ്ഞു. എന്ന് മാത്രമല്ല, അന്നും ഇതുപോലെ കുഴപ്പമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രതിഷേധം പ്രധാനമന്ത്രിക്കെതിരെയോ കേന്ദ്രമന്ത്രിമാർക്കെതിരെയോ BJPയുടെ ദേശീയ നേതാക്കന്മാർക്കെതിരെയോ ആരെങ്കിലും ഇവിടെ നടത്തിയോ? നടത്തിയിട്ടില്ല. അത് ജനാധിപത്യം അംഗീകരിക്കില്ല, നാട് അംഗീകരിക്കില്ല. തിരുത്താൻ തയ്യാറാകണം. സുരേന്ദ്രൻ കുറച്ച് തിരുത്തി, ഇപ്പോൾ പ്രസംഗത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോയി. അതുപോലെ പൂർണ്ണമായും തിരുത്താൻ തയ്യാറാകണം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PC വിഷ്ണുനാഥിലേക്ക്. ശ്രീ PC വിഷ്ണുനാഥ്, നേരത്തെ നമുക്ക് അറിയാം, ഡൽഹിയിൽ മുഖ്യമന്ത്രിക്ക് പരിപാടി ഇടയ്ക്ക് വെച്ച് മുറിച്ച് മടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. ഭോപ്പാലിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇതിപ്പോൾ മംഗലാപുരത്തേക്ക് അദ്ദേഹം നാളെ പോവുകയാണ്. അവിടെ ആ നിലയ്ക്ക് മടങ്ങാനുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തിട്ടില്ല. കർണാടക സർക്കാർ അദ്ദേഹത്തെ മടക്കി അയക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അവിടെ ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രി കർണാടകത്തിൽ പോകണം. അവിടെ തീരുമാനിച്ചിട്ടുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം. മുൻപ് അദ്ദേഹം മടങ്ങിയത് ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ ഭരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നാണ്, അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഡൽഹിയിൽ നിന്നാണ്. ഇത് കോൺഗ്രസിൻ്റെ സിദ്ധരാമയ്യ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരിപൂർണ സംരക്ഷണം. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്കും അറിവുള്ളതാണ്. 2000 പോലീസുകാർ, അതിൽ തന്നെ 20 SP-മാർ, 20 ബറ്റാലിയൻ പോലീസ്, 600 CCTV ക്യാമറകൾ, 6 ഡ്രോൺ ക്യാമറകൾ അടക്കം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശരീരത്ത് ഒരു പിടി മണ്ണ് വാരിയിടാൻ ഒരു പരിവാറുകാരെയും സമ്മതിപ്പിക്കാത്ത തരത്തിൽ കർണാടക സർക്കാരിന് അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്, ധൈര്യമുണ്ട്. അത് ആ ഗവൺമെൻറ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ പോകണം, ആ പരിപാടിയിൽ പങ്കെടുക്കണം. BJPയുടെ നേതൃത്വവും ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനം കേരളത്തിലെ BJPക്കാർ പറയണം, മംഗലാപുരത്തെ BJPക്കാരോട്. കാരണം ഇത് ഞങ്ങളുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. എൻ്റെയും റിയാസിൻ്റെയും സുരേന്ദ്രൻ്റെയും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യത്തിൽ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്താൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ നേതാവിന് മുഖ്യമന്ത്രിയാകാം. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേറൊരു സംസ്ഥാനത്ത് ഏതെങ്കിലും ആളുകൾ തടയുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് അപമാനമല്ലേ, കേരളത്തിന് നാണക്കേടല്ലേ? പിന്നെ ഈ തടയുക എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. ഞാൻ പറയട്ടെ, ഇതെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയമാണ്. ഹർഷൻ മനസ്സിലാക്കണം. ഗുലാം അലിയുടെ സംഗീതത്തെ തടയുക, ക്രിക്കറ്റിനെ തടയുക, സാഹിത്യത്തെ തടയുക, MF ഹുസൈൻ്റെ ചിത്രത്തെ തടയുക, പിണറായി വിജയൻ്റെ പ്രസംഗത്തെ തടയുക, ഇത് വളരെ ഒരു ഫാസിസ്റ്റ് ആശയമാണ്. നിഷേധിക്കുക, തടയുക, നമുക്കിഷ്ടമില്ലാത്തതെല്ലാം ഈ സമൂഹത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുക. അത് നെഹ്റു മൈതാനത്താണ് ഈ പ്രസംഗം നാളെ പിണറായി വിജയൻ പ്രസംഗിക്കേണ്ടത്. മഹാനായ ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ നെഹ്റുവിൻ്റെ പേരുള്ള മൈതാനത്ത് അദ്ദേഹം ആവോളം പ്രസംഗിക്കട്ടെ. തടയുക എന്നത്, കാലുകുത്തിക്കില്ല എന്നത് ഒക്കെ ആദ്യത്തെ ഒരു പ്രയോഗമല്ല സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് പല സംഭവങ്ങളിലായി ഈ നിലയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്. രണ്ടാമതൊരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നില്ല, ശ്രീ PC വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതാണ്. ആ സ്വഭാവത്തിൽ താങ്കൾ ഇപ്പോൾ നിഷേധിക്കുമെങ്കിലും BJP നേതാക്കൾ തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ അവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന്. ഈ നിലയ്ക്ക് കേരളത്തിൽ